നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. എയർ ഇന്ത്യ എക്സ്പ്രസിലെ കഞ്ഞി ബിരിയാണിയാണ് കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തോതിൽ ചർച്ചയാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഒരു യാത്രക്കാരന് ഇങ്ങനെ ആയിരിക്കും ഒരു യാത്രക്കാരോട് എയർ ഇന്ത്യ എക്സ്പ്രസ് സമീപിക്കുന്നത് എന്നടക്കം ഇത്തരത്തിൽ ഒരു കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. അത് വലിയ തോതിലാണ് ആളുകൾക്കിടയിലേക്ക് എത്തിയത്. ഒടുവിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് തന്നെ നേരിട്ടെത്തി അതിന് ക്ഷമാപണം പറയുകയും ഒക്കെ ചെയ്തിരുന്നു. ആ വീഡിയോ പകർത്തുകയും ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ എത്തിക്കുകയും ചെയ്തത് മറ്റാരുമല്ല, അഷ്റഫ് താമരശ്ശേരി തന്നെയാണ്. എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഭക്ഷണം വാങ്ങിയപ്പോൾ ഉണ്ടായ ദുരനുഭവത്തെക്കുറിച്ചാണ് സാമൂഹിക പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരി പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായത്. ഷാർജ കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസിൽ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തപ്പോഴുണ്ടായ അനുഭവമാണ് അദ്ദേഹം പങ്കുവച്ചത്. യാത്രക്കിടെ വിശന്നപ്പോൾ 15 ദിർഹം, അതായത് 337 ഇന്ത്യൻ രൂപ നൽകി വാങ്ങിയ ബിരിയാണിയെക്കുറിച്ചാണ് അഷ്റഫ് താമരശ്ശേരിയുടെ പോസ്റ്റ്. കഴിഞ്ഞ ദിവസം ഷാർജ കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസിൽ യാത്ര ചെയ്തു. സൗജന്യമായി നൽകി വന്നിരുന്ന സ്നാക്സ് ഇപ്പോൾ നിർത്തലാക്കി. ഒരുപാട് ഇരട്ടി നിരക്ക് നൽകിയാണ് ടിക്കറ്റ് കിട്ടിയത്. അകത്ത് കയറിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. എന്നാൽ ഒരു ബിരിയാണി കഴിക്കാമെന്ന് കരുതി ഓർഡർ നൽകി. ചെറിയൊരു പാത്രം ബിരിയാണിക്ക് 15 ദിർഹം ഈടാക്കി. വിശപ്പ് അല്പം മാറുമല്ലോ എന്നാണ് കരുതിയത്. അതുകൊണ്ട് തന്നെ കഴിക്കാൻ തീരുമാനിച്ചു. കഴിക്കാമെന്നു കരുതി പ്ലാസ്റ്റിക്കിന്റെ പാത്രം തുറന്നപ്പോഴല്ലേ ബിരിയാണിയുടെ കോലം കണ്ടത്. സഹോദരങ്ങളെ, നിങ്ങൾ തന്നെ കണ്ടു നോക്കി പറയൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന് ആ പാത്രം കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഈ ചോറിനോടൊപ്പം തന്നെ ഒരുപാട് വെള്ളവുമുണ്ട്. അതുകൊണ്ട് തന്നെ കഞ്ഞി ബിരിയാണി എന്നടക്കം ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഇത് ന്യായമാണോ അന്യായമാണോ എന്ന് അടക്കം ചോദിച്ചുകൊണ്ടാണ് അഷ്റഫ് താമരശ്ശേരി വീഡിയോ പങ്കുവച്ചത്. ഇതിനിപ്പോൾ തന്നെ ഇതിന് പ്രതികരിച്ചുകൊണ്ട് എയർ ഇന്ത്യ തന്നെ രംഗത്ത് എത്തിയിരുന്നു നേരത്തെ. എന്നാൽ ഇപ്പോൾ ഈപ്പ് വള്ളിക്കണ്ടൻ എന്ന മാധ്യമപ്രവർത്തകനാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ അദ്ദേഹം ഇത്തരത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസിൽ യാത്ര ചെയ്തുകൊണ്ട് അദ്ദേഹം കഴിക്കാനായി ഇത്തരത്തിൽ ബിരിയാണി ഓർഡർ ചെയ്യുകയാണ്. അതേ കമ്പനിയിലെ ബിരിയാണി തന്നെയാണ് അദ്ദേഹം ഓർഡർ ചെയ്തത്. എന്നിട്ട് എയർ ഹോസ്റ്റസ് പറഞ്ഞു നൽകുകയാണ് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നത്. ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ലിറ്റർ വെള്ളം ഒഴിച്ചു വേണം, അല്ലെങ്കിൽ ഇത്ര വെള്ളം ഒഴിച്ചു വേണം ഇത് ചൂടാക്കാൻ എന്നടക്കമുള്ള കാര്യങ്ങൾ എയർ ഹോസ്റ്റസ് പറഞ്ഞു നൽകുകയും എന്നിട്ട് അദ്ദേഹം ഇതിങ്ങനെ വെള്ളം ഒഴിച്ചതിന് ശേഷം അദ്ദേഹം ഇങ്ങനെ പറയുന്നുമുണ്ട്, ഇനി ഇതൊരു കഞ്ഞി ബിരിയാണി ആണെങ്കിൽ ഞാൻ നേരെ പോകുന്നത് എയർ ഇന്ത്യയുടെ അല്ലെങ്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഓഫീസിലേക്ക് ആയിരിക്കും, അവിടെ ചെന്നത് ചോദ്യം ചെയ്യും എന്ന് അദ്ദേഹം പറയുന്നുമുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ വീഡിയോയിലും ഇത് കാണിക്കുന്നുണ്ട്, എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. എന്നാൽ അവസാനം കാണുന്നത് നേരത്തെ അഷ്റഫ് താമരശ്ശേരിക്ക് ഉണ്ടായ ആ അനുഭവമല്ല അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന് കൃത്യമായ അദ്ദേഹം ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു ബിരിയാണി അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളടക്കമുള്ള എല്ലാവരും തന്നെ അത് ആസ്വദിച്ച് കഴിക്കുന്നതുമുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം ഈ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങൾ പങ്കുവച്ചപ്പോൾ അതിനെതിരെ അനവധി കമന്റുകൾ വരുന്നുണ്ട്. ഇത്തരത്തിൽ മോശം അനുഭവം ഉണ്ടായത്, പലർക്കും ഇത്തരം മോശം അനുഭവം ഉണ്ടായിരുന്നു. താങ്കൾ ഇത് മനഃപൂർവ്വം ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം താങ്കൾ വിമാനത്തിൽ കയറിയതെന്നടക്കം പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അഷ്റഫ് താമരശ്ശേരി ഇത് പറയുകയും പിന്നാലെ എയർ ഇന്ത്യ മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തതുകൊണ്ട് ഒരു പക്ഷേ നല്ല ബിരിയാണി അന്നു മുതൽ എയർ ഇന്ത്യ എക്സ്പ്രസിൽ ലഭ്യമായി തുടങ്ങിയതാകാമെന്നും പറയുന്നുണ്ട് ചിലർ. എന്തായാലും സമൂഹ മാധ്യമങ്ങളെല്ലാം തന്നെ വലിയ തോതിലാണ് ഇപ്പോൾ ഇത് പ്രചരിക്കുന്നത്. ഇത്തരം ഒരു കഞ്ഞി ബിരിയാണിയുടെ അടി സമൂഹ മാധ്യമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഈ ഒരു വീഡിയോ ഇടുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും അഷ്റഫ് താമരശ്ശേരിയുടെ പോസ്റ്റിന് താഴെ എയർ ഇന്ത്യ തന്നെ ഒരു മാപ്പപേക്ഷ നൽകുന്നുണ്ട്. സംഭവത്തിൽ പ്രതികരിച്ച് എയർ ഇന്ത്യ രംഗത്തെത്തിയിട്ടുണ്ട്. നിങ്ങൾക്കുണ്ടായ മോശം അനുഭവത്തിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു അനുഭവം തങ്ങൾക്ക് ഉണ്ടാകാൻ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ബുക്കിംഗ് വിശദാംശങ്ങൾ സഹിതം ഞങ്ങൾക്ക് സ്വകാര്യ സന്ദേശം നൽകുക. ഞങ്ങൾ അത് ഉടനടി പരിശോധിക്കുമെന്നും എയർ ഇന്ത്യ പോസ്റ്റിൽ കമന്റായി കുറിച്ചിട്ടുണ്ട്. അതേസമയം സമാനമായ അനുഭവങ്ങളെക്കുറിച്ച് നിരവധി പേർ കമന്റായി കുറിച്ചിട്ടുമുണ്ട്. എയർ ഇന്ത്യയിൽ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണമെന്നാണ് പലരും കമന്റായി കുറിക്കുന്നതടക്കം. ഇന്ത്യൻ വിമാനങ്ങളിൽ നിന്നാണ് ഇത്തരം അനുഭവം ഉണ്ടാകുന്നതെന്നും പ്രവാസികൾ വിദേശ വിമാനങ്ങളെ ആശ്രയിക്കണമെന്നാണ് പലരും കമന്റായി കുറിക്കുന്നതും. കൂടാതെ സർക്കാരും ഭരണകൂടവും പ്രവാസികളുടെ ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. എന്തായാലും ഈ എയർ ഇന്ത്യ എക്സ്പ്രസിലെ കഞ്ഞി ബിരിയാണി തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച. എന്തായാലും ഇത്തരം അനുഭവം നിങ്ങൾക്കും ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. എന്തായാലും നല്ല ഭക്ഷണം അത് അല്ലെങ്കിൽ പ്രവാസികളാണ് അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ് അത്. ആ പൈസ മുടക്കി യാത്ര ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട എല്ലാ സുഖസൗകര്യങ്ങളും ലഭ്യമാക്കേണ്ട ഉത്തരവാദിത്തം എന്തായാലും വിമാന കമ്പനികൾക്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല.